ഇന്ന് നമുക്ക് സർക്കിൾസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസും പഠിക്കാം. ആദ്യമായിട്ട് നമ്മളൊരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ സർക്കിളിൽ നിന്ന് രണ്ട് പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ലൈൻ എ ബി, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ്. ഇത് രണ്ട് പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യും. ടാൻജന്റ് എന്ന് പറയുന്നത് ഒരു സർക്കിൾ, ഈ ഒരു പോയിന്റ് ഓ ഉള്ള ഒരു സർക്കിളിൽ നിന്ന് ഒരു പോയിന്റ് എ, ഈ ഒരു പോയിന്റ് പാസ് ചെയ്യുന്ന ഒരു ലൈൻ, ഇതിനെയാണ് നമ്മൾ ടാൻജന്റ് എന്ന് പറയുന്നത്. ടാൻജന്റ് ഇത് ഒരു പോയിന്റിൽ ഇത് ഇന്റർസെക്ട് ചെയ്യത്തുള്ളൂ. ഇനി കുറച്ച് തിയറങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് തിയറം എന്താന്ന് വെച്ചാൽ, നമ്മളൊരു സർക്കിളാണ്, ഈ സർക്കിളിൽ നിന്ന് ഞാനൊരു ടാൻജന്റ് ഇങ്ങനെ വരച്ചു. ഈ പോയിന്റ് എ ആണ്. അപ്പോൾ ഈ പോയിന്റ് ഇത് സെന്റർ സീറോ, സെന്റർ സീറോ അല്ല, സെന്റർ ഓ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാനൊരു റേഡിയസ് വരയ്ക്കുകയാണ്. ഈ റേഡിയസ് ഈ ഒരു ടാൻജന്റിനെ 90 ഡിഗ്രിയിലായിരിക്കും ഇന്റർസെക്ട് ചെയ്യുന്നത്. ഇവിടെ 90, ഇവിടെ 90. അതാണ് ഫസ്റ്റ് തിയറം. ഇനി സെക്കൻഡ് തിയറം എന്ന് വെച്ചാൽ, ഞാനൊരു സർക്കിൾ എടുക്കുന്നു. ഈ സർക്കിളിന്റെ ദൂരെ ഒരു പോയിന്റ് ഉണ്ട് പി. ഈ പോയിന്റിൽ നിന്ന് ഞാനൊരു ടാൻജന്റ് വരയ്ക്കുകയാണ്. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ടാൻജന്റ് വരച്ചു. ഇവിടെ ബി ഇന്റർസെക്ട് ചെയ്തു. ഈ പി എയും ഈ പി ബിയും ഈക്വൽ ആയിരിക്കും. ഇതാണ് രണ്ടാമത്തത്. ഇനി നമ്മളൊരു സർക്കിളിന്റെ ഇങ്ങനെ വരച്ചു. നമുക്ക് ഒരു സർക്കിളിന് എത്ര ആംഗിൾ ഉണ്ട്? ടോട്ടൽ ഡിഗ്രി 360 ഡിഗ്രി അല്ലേ? അപ്പൊ ഈ ഒരു ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇത് വരച്ചു, ഒരു സെക്ടർ വരച്ചു. ഇതിനെ ആംഗിൾ തീറ്റ എന്ന് വിളിക്കും. അപ്പം ഈ ഒരു പോർഷനെയാണ് നമ്മൾ മൈനർ സെക്ടർ എന്ന് പറയുന്നത്. മൈനർ സെക്ടർ. ഇത് റേഡിയസ് ആട്ടോ, ഇത് രണ്ട് റേഡിയസ് ആണ്. റേഡിയസ് ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. ഈ ഒരു പോർഷനെയാണ് നമ്മൾ പറയുന്നത് മേജർ സെക്ടർ. മേജർ സെക്ടർ. ഓക്കെ. അപ്പൊ ഈ മൈനർ സെക്ടറിന്റെയും മേജർ സെക്ടറിന്റെയും ആംഗിൾ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഏരിയ ഓഫ് ദ സെക്ടർ ഇസ് ഈക്വൽ ടു ഈ ആംഗിൾ എത്രയാണോ തീറ്റ ബൈ 360 ഡിഗ്രി ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണ് ഈ സെക്ടറിന്റെ ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ ആർക്ക് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ ഒരു പോർഷൻ ഇല്ലേ, ഈ ഒരു പോർഷൻ, ഇതിനെയാണ് മൈനർ ആർക്ക് എന്ന് പറയുന്നത്. മൈനർ ആർക്ക്. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇതിപ്പോ തീറ്റ ആണെങ്കിൽ ഇത് എന്തുമായിരിക്കും? 360 ഡിഗ്രി മൈനസ് ഈ തീറ്റ ആയിരിക്കും ഈ വലിയതിന്റെ ആംഗിൾ. ഈ ഒരു പോർഷൻ അല്ലേ, ഇത്രയും പോർഷൻ, അതിനെയാണ് നമ്മൾ മേജർ ആർക്ക് എന്ന് പറയുന്നത്. മൈനർ ആർക്കിന്റെയും മേജർ ആർക്കിന്റെയും ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഏരിയ ഓഫ് ആർക്ക് ഇസ് ഈക്വൽ ടു തീറ്റ ബൈ 360 ഡിഗ്രി ഇൻറ്റു 2 പൈ ആർ. ഇനി സർക്കിളിന്റെ ഏരിയയും സർക്കംഫറൻസും എന്താ? ഏരിയ ഓഫ് ദ സർക്കിൾ എന്താ? ഏരിയ ഓഫ് ദ സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അതുപോലെ തന്നെ സർക്കംഫറൻസ്. സർക്കംഫറൻസ് വെച്ചാൽ ഇങ്ങനെ ചുറ്റളവ്, ഒരു സർക്കിളിന്റെ ചുറ്റളവ്. ആ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഇസ് ഈക്വൽ ടു 2 പൈ ആർ. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ്. സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസിൽ ആദ്യം പഠിക്കാൻ പോകുന്നതാണ് കോണും ഫ്രസ്റ്റവും. ഇതാണ് ഒരു കോണ്, ഇതാണൊരു ഫ്രസ്റ്റം. ഈ കോണിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ, കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ അല്ലേ, അതാണ് കേർവ്ഡ് സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ എൽ. എൽ എന്ന് പറയുന്നത് ഈ ഒരു സ്ലാൻഡിങ് അത് നമുക്ക് തരും. ഈ ആർ എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ്. ഹൈറ്റ് ഇതിവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കൊരു ഹൈറ്റ് കിട്ടും. അതിനെയാണ് എച്ച് എന്ന് പറയുന്നത്. ഈ എച്ച് എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ഇത് എല്ലായിരിക്കും. എല്ലും ആറും ഉണ്ട്, എച്ച് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്നുള്ള ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പം ടോട്ടൽ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ എന്താ? ഇത് പ്ലസ് ഈ ഒരു സർഫസ്, അതെന്ന് പറയുന്നത് പൈ ആർ ഇൻറ്റു എൽ. ഇത് അതായത് പൈ ആർ എൽ പ്ലസ് ഇതെന്ന് പറയുന്ന ഒരു സർക്കിൾ അല്ലേ, അപ്പൊ പൈ ആർ സ്ക്വയർ. അത് കിട്ടും. എങ്ങനെ കിട്ടും? പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ. അപ്പൊ ഇത് ഞാൻ കുറച്ചുകൂടി എഴുതാം. കേർഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ എല്ലും ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ. ഇതാണ് ഒരു കോണിന്റെ കേർഡ് സർഫസും ടോട്ടൽ സർഫസും. അതിന്റെ വോളിയം എന്താണ്? വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. എച്ച് ആണ് ഇത്. ഈ ഇക്വേഷൻസ് എല്ലാം എഴുതണം, ഇതെല്ലാം കാണാൻ എഴുതിയിരിക്കണം. ഫ്രസ്റ്റം എന്ന് പറയുന്നത് ഈ കോണിനെ നമ്മളിന്ന് മുറിച്ച് ഇവിടുന്ന് മുറിക്കുമ്പോൾ കിട്ടുന്നതാണ് ഫ്രസ്റ്റം. ഈ ഫ്രസ്റ്റത്തിന്റെ കേർവ് സർഫസ്, അത് ഈ കേർവ് സർഫസ് മാത്രം എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഇത് R1 ഇത് R2. അപ്പം R1 പ്ലസ് R2 ഇൻറ്റു എല്ലും ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ, ഈ സെയിം സാധനം തന്നെ ഇതില്ലേ, ഈ R രണ്ടെണ്ണം ഉണ്ട്. അപ്പം പൈ R1 പ്ലസ് R2 ഇൻറ്റു എൽ പ്ലസ് പൈ R1 സ്ക്വയർ പ്ലസ് പൈ R2 സ്ക്വയർ. ഇത് പഠിക്കുക. വോളിയം എന്ന് പറയുന്നത് 1/3 പൈ R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ പ്ലസ് R1 ഇൻറ്റു R2 ഇൻറ്റു എച്ച്.
ഇത് ഞാൻ വേണമെങ്കിൽ എഴുതാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ എഴുതി കാണിച്ചത്. ഫ്രസ്റ്റത്തിൻ്റെയാണ് എഴുതുന്നത്, അതായത് ഇതിൻ്റെ ഫ്രസ്റ്റം, അതായത് കാണാമോ, ഫ്രസ്റ്റത്തിൻ്റെ എഴുതുന്നത് കേട്ടോ. ഫ്രസ്റ്റത്തിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ is equal to pi into r1 plus r2 into L. Total surface area is equal to pi into r1 plus r2 into L plus pi r1 square plus pi r2 square. വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ഇൻറ്റു r1 സ്ക്വയർ പ്ലസ് r2 സ്ക്വയർ പ്ലസ് r1 r2 ഇൻറ്റു h. ഇതാണ്, ഇത്രയുമാണ്. ഇതെല്ലാം എന്തത്തിൻ്റെയാണെന്നറിയാമോ? ഫ്രസ്റ്റം. ഇനി ക്യൂബോയിഡും ക്യൂബും. ക്യൂബോയിഡ് എന്ന് പറയുന്നത് ഇതാണ് ഒരു ക്യൂബ്. ഓക്കെ, അപ്പോൾ ക്യൂബോയിഡും ക്യൂബിൻ്റെയും ഓരോന്നും ഞാൻ എഴുതാം, അത് നിങ്ങൾ എഴുതിയെടുത്തോണേ. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്യൂബോയിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ എല്ലും ബിയും എച്ചും, എൽ എന്ന് വെച്ചാൽ ലെങ്ത്, ബേസ്, ഹൈറ്റ് കേട്ടോ. 2 ഇൻറ്റു എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എച്ച് എൽ. കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ നമ്മൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് വിളിക്കും, ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി ഇൻറ്റു എച്ച്. വോളിയം എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഓക്കെ, ഇനി ക്യൂബിൻ്റെ കേസിലാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6a സ്ക്വയർ, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4a സ്ക്വയർ, വോളിയം എന്ന് പറയുന്നത് a ക്യൂബ്. ഓക്കെ, അടുത്ത നോക്കിയേ, സിലിണ്ടർ. ഇതാണ് ഒരു സിലിണ്ടർ. ഇതിന് ഒരു സർക്കിൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു സർക്കിളും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഒരു മിനിറ്റ്. ഇപ്പോൾ സിലിണ്ടറിൻ്റെ കേസിലാണെങ്കിൽ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πRh. ടോട്ടൽ സർഫസ് ഏരിയ ഈ RH ഒക്കെ എന്താണെന്ന് അറിയാം, ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് ഹൈറ്റാണ്, നമുക്ക് തരും, അതല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr ഇൻറ്റു എച്ച് പ്ലസ് ആർ. വോളിയം എന്ന് പറയുന്നത് πr²h. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് 3 കാണാൻ പഠിക്കണം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഒരു സ്പിയറും ഹെമിസ്പിയറും. ഇതാണ് ഒരു സ്പിയർ, ഇതാണ് ഒരു ഹെമിസ്പിയർ. അതായത് മറ്റേ ഇത് കട്ട് ചെയ്യുമ്പോൾ ഉള്ളതാണ് ഹെമിസ്പിയർ, അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി സ്പിയർ നോക്കിക്കോ. സ്പിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr². വോളിയം എന്ന് പറയുന്നത് 4/3πr³. ഒരു ഹെമിസ്ഫിയറിൻ്റെ ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr². കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഡോം മാത്രം, അതായത് ഈ വളഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഈ ലാറ്ററൽ അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇത് താഴെയും കൂടി ഉൾപ്പെടുത്തുള്ളതാണ് കേട്ടോ. ടോട്ടൽ സർഫസ് ഏരിയ എന്തായിരിക്കും? ഈ കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് ആ താഴെയുള്ള സർക്കിൾ പോലത്തെ പോർഷൻ, അതായത് താഴെയുള്ള ഈ പോർഷൻ, ഈ സർക്കിൾ പോലത്തെ കൂടി പോർഷൻ, അതായത് ഇത് പ്ലസ് πr², വിച്ച് ഈസ് ഈക്വൽ ടു 3πr². വോളിയം എന്തായിരിക്കും? വോളിയം ഇതിന്റെ ഹാഫ്, അതായത് 2/3πr³. ഓക്കെ, അപ്പം ഇത്രയാണ് പലതരത്തിലുള്ള വോളിയം, ടോട്ടൽ സർഫസും കർവ്ഡ് സർഫസ് ഏരിയാസും ഒക്കെ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും കൂടിയേ ഉള്ളൂ നമുക്കിനി പഠിക്കാൻ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട സാധനമാണ് മീൻ. മീൻ 3 മെത്തേഡ്സിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡയറക്റ്റ് മെത്തേഡ്, അസ്യൂംഡ് മെത്തേഡ്, ഡീവിയേഷൻ മെത്തേഡ്, അങ്ങനെ 3 മെത്തേഡ് ഉണ്ട്. അപ്പം ഞാൻ 3 മെത്തേഡ്സും ഓരോന്നോരോന്നായിട്ട് ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, അപ്പം അതിന് വേണ്ടി അതൊരു എഴുതി തന്നെ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ് ഇൻ്റർവെൽ, അതായത് അതിൻ്റെ 4 to 6 റോൾ നമ്പർ, 6 to 8, 8 to 10 റോൾ നമ്പേഴ്സ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഒരു 10ാം ക്ലാസ്സിൽ മാത്സിൻ്റെ മാർക്കുകളാണ് ഞാൻ എഴുതുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അത് 3 പേർക്ക്, 4 to 5 5 പേര്, ഇതിൻ്റെ ഇടയിൽ
6 to 9 ഉള്ള 5 പേരുണ്ട്, 8 to 10 ഉള്ള 2 പേരുണ്ട്. അപ്പോൾ ടോട്ടൽ 10 പേരുണ്ട്. ക്ലാസ് മാർക്ക് 3 പേർക്ക് 5 മാർക്ക് കിട്ടി, ഇത് 5 പേർക്ക് 7 മാർക്ക് കിട്ടി, 2 പേർക്ക് 9 മാർക്ക് കിട്ടി. ഇത്രയാണ് ക്ലാസ് മാർക്ക്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് മീൻ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിലൂടെ മീൻ കണ്ടുപിടിക്കുമ്പോൾ മീനിനെ നമ്മൾ എക്സ് ഡാഷ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് മെത്തേഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് എഫ് എക്സ് ബൈ സമ്മേഷൻ ഓഫ് എഫ്. സമ്മേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുക എന്നാണ് അതിന്റെ അർത്ഥം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ എഫ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി, എക്സ് എന്ന് വെച്ചാൽ നമ്പറേ. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെയാണ് നമ്മൾ എഫ് എന്ന് പറയുന്നത്. എത്ര കിട്ടി അതിനെയാണ് നമ്മൾ എക്സ്, അതായത് ടേം അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എഫ് എക്സ് ആദ്യം കണ്ടുപിടിക്കുക. എഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ? എഫ് എക്സ് എന്ന് വെച്ചാൽ ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക. 3 into 5 15, 5 into 7 35, 2 into 9 18. ടോട്ടൽ എത്ര കിട്ടി? 38, 68. ഇതാണ് എഫ് എക്സ്. അതായത് കിട്ടിയതിന്റെ സമ്മേഷൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ എത്ര കിട്ടി? 68 ബൈ സമ്മേഷൻ ഓഫ് എഫ്. എഫിന്റെ സമ്മ് 3 + 5 + 2 എത്ര? 10, 6.8. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലൂടെ കിട്ടി. ഇത് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുറച്ചേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ എങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള അടുത്ത മെത്തേഡിനെയാണ് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയുന്നത്. അത് ആ മീൻ മെത്തേഡ് നമുക്ക് കുറച്ചും കൂടി ഇവിടെ തന്നെ ചെയ്യാം. അടുത്ത് നോക്കിക്കോ, അസ്യൂംഡ് മീൻ മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡ് എന്നതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ ഓഫ് എഫ് ഡി ബൈ സമ്മേഷൻ ഓഫ് എഫ്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ഡി എന്താണെന്നും എ എന്താണെന്നും ഒക്കെ നമുക്ക് ഞാൻ പറയാം. അപ്പൊ അതിന് ആദ്യമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ എ നമ്മൾ അസ്യൂംഡ് മീൻ എന്നാണ് പറയുന്നത്. അസ്യൂംഡ് മീൻ എന്ന് പറയുമ്പം ഇതിനകത്ത് ഏകദേശം നടുക്ക് കാണുന്ന ഒരു ഇനത്തിനെ നമ്മൾ മീനായിട്ട് എടുക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഏകദേശം നടുക്കെന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ 7നെ നമ്മൾ മീനായിട്ട് എടുക്കും. അപ്പൊ എ എന്ന് പറയുന്നത് നമ്മൾ 7 ആയിട്ട് എടുക്കും. ഓക്കെ. ഇനി ഡി കണ്ടുപിടിക്കുന്നത് എക്സ് മൈനസ് എ ആണ് ഡി എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ഒരു കോളത്തില് ഡി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. അപ്പൊ എക്സ് ഏതാ? ഇത്. എ ഏതാ? ഇത്. അപ്പൊ എക്സ് മൈനസ് 7, എക്സ് മൈനസ്, അപ്പൊ 5 - 7 - 2, 7 - 7 0. ഇനി എക്സ് ഏതാ? 9, 9 മൈനസ് നമ്മൾ അസ്യൂംഡ് എ എന്ന് പറയുന്നത് 7, 9 - 7 2. ഇതെല്ലാം കൂടി കൂട്ടുക, 0 കിട്ടും. ഓക്കെ. ഇതാണ് നമ്മുടെ ഡി. അല്ലല്ലോ, സോറി, -2 2 0 -2. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ എന്തോ ചെയ്യുന്നു. ഇതിപ്പം കൂട്ടേണ്ട ആവശ്യമില്ല, നമ്മൾ ഡി അങ്ങനെയല്ല കണ്ടുപിടിച്ചു. ഓക്കെ, ഇപ്പൊ ഡി കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? എഫ് ഡി കണ്ടുപിടിക്കണം. എഫ് ഡി എന്ന് വെച്ചാൽ എഫ് ഇൻറ്റു നമ്മളിപ്പോൾ ഈ ഡി, ഇപ്പൊ 3 × -2 -6, 5 × 0 0, 2 × 2 4, എന്നിട്ട് ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുക. അപ്പൊ എന്താ? -2 കിട്ടും. അപ്പൊ ഇനി ഈ ഇക്വേഷനിലെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പൊ 7 എ എന്ന് പറയുന്നത് 7, എഫ് ഡി അതായത് എഫ് ഇൻറ്റു ഡി, ഓരോന്നിന്റെയും ഡി കണ്ടുപിടിച്ചത് ഇൻറ്റു ചെയ്തത് എല്ലാം കൂടി പ്ലസ് ചെയ്തത് എന്ന് വെച്ചാൽ -2 ബൈ ഫ്രീക്വൻസി ഇതെല്ലാം കൂടി കൂട്ടിയത് എത്ര? 10. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് 6.8 കിട്ടും. ഇങ്ങനെയും മീൻ കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന് ഈ ഒരു സെയിം സാധനം ഞാൻ വേറൊരു പേപ്പറിൽ എഴുതാം, എന്നാലേ നമുക്കത് മനസ്സിലാക്കുള്ളൂ. ഒരു മിനിറ്റ്. അല്ലെങ്കിൽ ഇവിടെ തന്നെ, കാരണം അടുത്ത മെത്തേഡിന്റെ സാധനം ഇതിന്റെ അപ്പുറത്തായിട്ട് വേണം എഴുതാൻ, അതുകൊണ്ടാണ്. എനിക്ക് സ്ഥലമില്ല. ക്ലാസ് ഇന്റർവെൽ 4 to 6, 6 to 8, 8 to 10. Number of students. ഇതാണ് ഫ്രീക്വൻസി. അത് 3 5 2. ഇതിന്റെ സമ്മ് 10. ഇനി ക്ലാസ് ഓരോരുത്തരുടെ മാർക്ക്, അതിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. അത് 5 7 9.
ഇനി നമ്മൾ എഫ് എക്സ് കണ്ടുപിടിച്ചു, ഡി കണ്ടുപിടിച്ചു, എഫ് ഡി കണ്ടുപിടിച്ചു. ഇത് വേണ്ട, ഇത് ഇനി നമ്മൾ വേണമെങ്കിൽ എഴുതാം. കണ്ടുപിടിച്ചത് എഴുതിയേക്കാം. ഡി കണ്ടുപിടിച്ചത് എക്സ് മൈനസ് എ മൈനസ് 2 0 2. എഫ് ഡി കണ്ടുപിടിച്ചത് -6 0 4 -2. ഓക്കെ, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ഇക്വേഷനിൽ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീവിയേഷൻ മെത്തേഡ്. ഡീവിയേഷൻ മെത്തേഡിന്റെ ഇക്വേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ ഓഫ് എഫ് യു ബൈ സമ്മേഷൻ ഓഫ് എഫ് ഇൻറ്റു എച്ച്. ഇതിനകത്ത് അറിഞ്ഞുകൂടാത്ത ടേംസ് ഏതൊക്കെയാണ്? എ നമ്മൾ കണ്ടുപിടിച്ച് നേരത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 7 കണ്ടുപിടിച്ചിട്ടുണ്ട്. യു കണ്ടുപിടിക്കണം, എച്ചും കണ്ടുപിടിക്കണം അല്ലേ? ഈ എച്ച് എന്ന് വെച്ചാൽ ഒരു ക്ലാസിന്റെ സൈസിനെയാണ് എച്ച് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഇതിന്റെ സൈസ് എത്ര? ഇതിന്റെ സൈസ് 2 അല്ലേ? ഡിഫറൻസ്, അതാണ് സൈസ്. അപ്പൊ എച്ച് എന്ന് പറയുന്നത് നമുക്ക് 2 എന്ന് കിട്ടി. ഇനി യു എന്ന് പറയുന്നത് ടേം കണ്ടുപിടിക്കണം. യു എന്ന് പറയുന്നത് ഡി ബൈ എച്ചിനെയാണ് യു എന്ന് പറയുന്നത്. ഡി ബൈ എച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ എച്ച് 2 ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം യു ഇസ് ഈക്വൽ ടു ഡി ബൈ എച്ച്. അതായത് ഇപ്പോൾ എന്തോ പറ്റും? -2 by 2 -1, 0 by 2 0, 2 by 2 1. എച്ച് 2 അല്ലേ നമ്മൾ എച്ച് 2 ആയിട്ടല്ലേ കണ്ടുപിടിച്ചേ? ഡി എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഡി ബൈ എച്ച് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എഫ് യു, എഫ് ഇൻറ്റു യു -3 0 2 into 1 2 സമീപ -1 കിട്ടും. അതാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് അപ്പം ഇക്വേഷൻ എങ്ങനെ എഴുതും? എസ് ഡാഷ് ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ ഓഫ് എഫ് യു ബൈ സമ്മേഷൻ ഓഫ് എഫ് ഇൻറ്റു എച്ച്. അതായത് 7 പ്ലസ് -1 ബൈ ഇത് 10 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 6.8. മനസ്സിലായോ? ഇതാണ് മൂന്നാമത്തെ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ മീൻ. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ് കണ്ടുപിടിക്കുക. മോഡ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഓഫ് ഒക്കുറൻസിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഓഫ് ഒക്കുറൻസിനെ നമ്മൾ മോഡ് എന്ന് പറയുന്നത്. മോഡ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനകത്ത് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് മോഡ് കിട്ടുന്നത്. അപ്പോൾ ആ മോഡ് എങ്ങനെയാണെന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യം അതിൻ്റെ മോഡിൻ്റെ ഇതിനു മുമ്പ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ക്ലാസ് ഇൻ്റർവെൽ നമ്മൾ മുമ്പത്തെ ഒരു ഇക്വേഷൻ വെച്ച് തന്നെ പറയാം. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 4 to 6, 6 to 8, 8 to 10 ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 3, 5, 2. ഇതാണ് ഫ്രീക്വൻസി എഫ്. ഓക്കെ, ഇത് രണ്ടും മതി. ഇത് വെച്ചിട്ട് നമുക്ക് മോഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം മോഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡ് ഇസ് ഈക്വൽ ടു എൽ പ്ലസ് f1 minus f0 by 2f1 minus f0 minus f2 into h. ഇതാണ് മോഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമേ ഒരു ക്ലാസ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ഏകദേശം മിഡിലായിട്ടുള്ളതിനെ, ഏറ്റവും ഫ്രീക്വൻസി കൂടുതലുള്ളത് ഏതാ? 5 അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ഈ ഒരു സെലക്ട് ചെയ്തതിനെയാണ് നമ്മൾ മോഡൽ ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഈ ക്ലാസ് സെലക്ട് ചെയ്യുന്നത് ഇത് ഫ്രീക്വൻസിയാണ്. ഇത് ഏറ്റവും കൂടിയത് ഏതാ? 5 അല്ലേ? അപ്പോൾ ആ ഒരു ഫുള്ളിനെ സെലക്ട് ചെയ്യുക. അതിനെ നമ്മൾ മോഡൽ ക്ലാസ് എന്ന് വിളിക്കും. ഈ മോഡൽ ക്ലാസിന്റെ ഇന്റർവെല്ലിന്റെ ആദ്യത്തത് ലോവർ ലിമിറ്റിനെയാണ് നമ്മൾ L ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ L ഇസ് ഈക്വൽ ടു 6 ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ എടുക്കുന്നത്, ഇപ്പം നമ്മൾ എടുത്തില്ലേ, ഇപ്പോൾ ഒരു സാധനം എടുത്തില്ലേ, ഇതിനെ നമ്മൾ F1 ആയിട്ട് എടുക്കും. അതിന് മേളിലുള്ളതിനെ F0 ആയിട്ട് എടുക്കും. അതിന് താഴെയുള്ളതിനെ F2 ആയിട്ട് എടുക്കും. എന്നിട്ട് ഇതെല്ലാം ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ L എന്ന് പറയുന്നത് ഇതായിട്ട് എടുക്കും. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളതിനെ മോഡൽ ക്ലാസ് ആയിട്ട് എടുത്തു. അതിനെ F1, അതിന്റെ മേളിലുള്ളതിനെ F0, താഴെയുള്ളതിനെ F2 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുമ്പോൾ മോഡിന് 6.8 നമുക്ക് ആൻസർ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ മീഡിയം കണ്ടുപിടിക്കാനും ഇക്വേഷനുണ്ട്. മീഡിയം കണ്ടുപിടിക്കാൻ ഇക്വേഷന് മുമ്പ് ഞാനൊരു ഇതെങ്ങനെയാണെന്ന് ഞാനൊന്ന് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരാമേ. അപ്പം എങ്ങനെയാണ് മീഡിയം ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ കാണിച്ചു തരാം.
ക്ലാസ് ഇൻ്റർവെൽ ഉണ്ട്. ക്ലാസ് ഇൻ്റർവെൽ എന്ന് വെച്ചാൽ 2 to 4, 4 to 6, 6 to 8, 8 to 10. ഓക്കെ. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2, 3, 4, 3 അങ്ങനെ ഫ്രീക്വൻസി ഉണ്ട്. ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 12 കിട്ടും. ഓക്കെ. ഇത്രയും നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ആദ്യമേ 2 അതുപോലെ എഴുതുക. ഈ 2 3 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ഈ 5 അടുത്തത് ഇതുമായിട്ട് ആഡ് ചെയ്യുക, 9 കിട്ടും. ഈ 9 ഇതുമായിട്ട് ആഡ് ചെയ്യുക, 12 കിട്ടും. മനസ്സിലായോ? ആദ്യത്തെ അതുപോലെ എഴുതുക. പിന്നുള്ളതെല്ലാം താഴത്തത് വെച്ച് ആഡ് ചെയ്ത് എഴുതണം. അപ്പം 2 എഴുതി, 2 + 3 5, 5 + 4 9, 9 + 3 12 അങ്ങനെ എഴുതുക. ഇതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഈ മീഡിയൻ്റെ ഇക്വേഷൻ ഞാൻ ആദ്യം ഒന്ന് എഴുതാം. മീഡിയൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മീഡിയൻ = L + n/2 - ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി / ഫ്രീക്വൻസി × h. ഇതാണ് ഇക്വേഷൻ. ഈ L എന്ന് പറയുന്നത് ഇത് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് ഓരോന്നെന്ന് പറയാം. ആദ്യമേ n/2 കണ്ടുപിടിക്കുക. n എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. n എന്ന് പറയുമ്പോൾ 12 ആണ്. n/2 എന്ന് പറയുമ്പം 12/2 ആണ്, 6. അപ്പോൾ ഈ 6 കിട്ടിയില്ലേ? ഈ 6നോട് അടുത്ത് ഏത് ഫ്രീക്വൻസി ആണോ വരുന്നത് അതിനെ നമ്മൾ മീഡിയൻ ക്ലാസ് ആയിട്ട് തിരഞ്ഞെടുക്കും. അപ്പോൾ 6നോട് അടുത്ത് വരുന്ന ഏതാ? 4 ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മീഡിയൻ ഫ്രീക്വൻസി ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്.